ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ. അപ്പോൾ ഫ്ലവർ വരക്കാനായിട്ട് അതിൻ്റെ ബേസായിട്ട് ഇതേപോലെ ഒരു സ്പൈറൽ വരക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു റാൻഡ് ഷേപ്പിലുള്ള പെറ്റൽസ് ആണ് കേട്ടോ ആ ഹംസിൻ്റെ ചുറ്റിലും വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലും താഴേക്ക് ഇതേപോലെ വീൻ്റെ ഷേപ്പിൽ രണ്ട് ലൈൻസ് ഇങ്ങനെ ലേറ്റായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനില്ലേ, ആ ഒരു ലൈനിനെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈനിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ, അതേപോലെ തന്നെ സ്പൈറൽ വരച്ചിട്ട് അതുമ്പോൾ ഡോട്ട്സ് ഇട്ടിട്ടുള്ള ഒരു മിനി റോസ് ഫ്ലവർ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ലൈനിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഇതേപോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ആ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ മേലെ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ചെറിയ എലമെൻസിൽ ഏതെങ്കിലും 3 എലമെൻറ്റ് ഇതേപോലെ 2 എണ്ണം അടുപ്പിച്ച് വരച്ചിട്ട് ഏറ്റവും മേലെ ഒന്ന് നിൽക്കുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ വരച്ച ഡിസൈനിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ഗ്യാപ്പ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ലീവ്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്ററിൽ വരച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ മേലെ കുറച്ച് വലിയ സൈസിൽ ലീവ്സ് വരച്ചു കൊടുക്കണം കേട്ടോ. ഇനിയും ഫിംഗറിലുള്ള ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് ചുറ്റും ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹംസിൻ്റെ മേലേക്കും താഴേക്കും ഇതേപോലെ 2 സ്പൈറൽ അടുപ്പിച്ച് വരക്കുക. എന്നിട്ട് പിന്നെ 2 സ്പൈറലിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഫിംഗേഴ്സിലും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്.